എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് 2 ദിവസത്തെ വിശേഷങ്ങളൊക്കെ ഉണ്ട്. കുറച്ച് റെസിപ്പീസും അതുപോലെ തന്നെ ബാക്കി വിശേഷങ്ങളൊക്കെയാണ്. അപ്പോൾ പതിവ് പോലെ ഇപ്പം രാവിലെ എഴുന്നേറ്റ് കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു ചെടികളല്ല വിത്തൊക്കെ പാകി വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അതിനൊക്കെ വെള്ളം നനയ്ക്കലാണ് ഇപ്പം. അതൊരു ജോലിയായിട്ടുണ്ട്. പക്ഷേ നല്ല രസമാണ്. നമ്മൾ എപ്പോഴാണ് വിത്ത് മുളയ്ക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇന്ന് നോക്കുന്നത് ഒരു രസമാണല്ലോ. അത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ചിലതൊക്കെ ഇങ്ങനെ മുളച്ച് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾക്ക് എന്തായാലും ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാം. ഞാനിപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ധോക്ലയാണ്. ഇത് മറ്റേ ഖട്ട ധോക്ല എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പാക്കറ്റ് കിട്ടും കടയിൽ. അപ്പോൾ അത് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം കുറച്ച് നാളായി. അപ്പോൾ നമ്മൾക്ക് ഇന്ന് പെട്ടെന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പം ഈ ഒരു പാക്കറ്റ് റവയും അരിപ്പൊടിയും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ളൊരു പാക്കറ്റാണ്. അതിനകത്ത് ഇൻഗ്രീഡിയൻറ്റ്സ് അതൊക്കെയാണ് എഴുതിയിരിക്കുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ ബാക്കിലുള്ള ഇൻസ്ട്രക്ഷൻ അനുസരിച്ചിട്ട് തന്നെ ചെയ്യുന്നത്. തൈര് എടുക്കുക, അതേപോലെ അതിലോട്ട് കുറച്ച് വെള്ളം ഒഴിക്കുക, പിന്നെ എണ്ണ ഒഴിക്കണം കുറച്ച്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യണം. പിന്നെ നമ്മൾ കടലമാവ് കൊണ്ടുള്ള ധോക്ലയുടെ റെസിപ്പി നേരത്തെ തന്നെ കൊടുത്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ നേരത്തെ നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. അത് ഒത്തിരി പേര് കണ്ടിട്ടുണ്ട്. അപ്പം നമ്മൾ കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കണം. നല്ല ടേസ്റ്റിയാണ് ശരിക്കും ധോക്ല എന്ന് പറയുന്നത്. എനിക്ക് അരിയുടെക്കാളും ഇഷ്ടം കടലമാവ് കൊണ്ടുള്ളതാണ്. അത് നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ അതൊക്കെയായിരുന്നു പണ്ട് പൂനെയിലൊക്കെ ഇരിക്കുമ്പം ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആയിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതേ നമ്മൾ ആ ഒരു പാക്കറ്റ് ഇതിലോട്ട് കൊട്ടിയിട്ടുണ്ട്, മുഴുവനായിട്ട് കൊട്ടിയിട്ടുണ്ട്. എന്നിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്യുക. പിന്നെ നമ്മൾക്ക് ആവി വെക്കണം. അപ്പോൾ ഞാൻ അതിലോട്ട് എണ്ണ തടവിയിട്ടുണ്ട്, നമ്മുടെ ആ ഒരു ആവി വെക്കണ ആ തട്ടിലോട്ട്. ഇനി ആ മിക്സ് ചെയ്ത് വെച്ചത് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇനി മൂടി വെച്ച് ഒരു 15 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിയുമ്പോഴത്തേക്കും റെഡിയാവുമെന്നാണ് അതിൽ എഴുതിയിരിക്കുന്നത്. അപ്പം അതുപോലെ 15 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ റെഡി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പം ഇതിനകത്തൊക്കെ ഇൻഗ്രീഡിയൻസ് എല്ലാം ഫ്ലഫി ആവാനുള്ളതൊക്കെ ചേർത്തിരിക്കുന്നത് കൊണ്ട് തന്നെ റെഡിമെയ്ഡ് മിക്സ് ആണല്ലോ. അപ്പോൾ അതേപോലെ തന്നെ നല്ല രീതിയിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇതിങ്ങനെ മുറിച്ചെടുക്കുക. നമ്മൾക്ക് സ്ക്വയർ കഷ്ണങ്ങളായിട്ടാണ് മുറിച്ചെടുക്കുന്നത് ഞാൻ. അതിനുശേഷം നമ്മൾക്ക് ഇതിലോട്ട് താളിച്ചിട്ട് ഒഴിക്കണം. അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ എണ്ണയിൽ കടുകും അതുപോലെ കുറച്ച് പച്ചമുളക് അരിഞ്ഞിട്ട് അതുപോലെ കായത്തിൻ്റെ പൊടി ഇത്തിരി ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾക്ക് മല്ലിയില ഉണ്ടല്ലോ അതും കൂടെ ഇട്ടിട്ടുണ്ട്. പിന്നെ പഞ്ചസാരയും കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒഴിക്കുക ചെയ്യണത് ഇതിൻ്റെ മേലെ കൂടെ. നമ്മൾ ആ ഒരു കടലമാവിൻ്റെ ധോക്ലയുടെ റെസിപ്പി ചെയ്തിട്ടുള്ളതിൽ ഇതെല്ലാം ഡീറ്റെയിൽഡായിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പം അതേ കണ്ടില്ലേ, നല്ല രസമുണ്ട്, കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. പക്ഷേ ടേസ്റ്റ് എനിക്ക് മറ്റേതാണ് കൂടുതൽ ഇഷ്ടം. എന്തായാലും ഇത് നല്ല പുളിപ്പാണ്. ഇത് കണ്ടോ, കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ ഇത് പൂക്കാതെ മൊട്ടായിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇത് മുഴുവൻ പൂത്ത് നല്ല രസമുണ്ട്. പെട്ടെന്നാണ് ഇതൊക്കെ പൂക്കുന്നത്. നല്ല രസമായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇപ്പം ഈസ്റ്റർ എഗ് ഹണ്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. വിക്കിക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഇതൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം എന്തായാലും ചുമ്മാ അവൻ്റെ കൂടെ ഒന്ന് കളിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ സാധാരണ ഈസ്റ്റർ എഗ് ഹണ്ട് എന്ന് പറയുന്നത് ഇങ്ങനെ ഇതുപോലെ മുട്ട വാങ്ങിയിട്ട് അതിനകത്ത് എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലായിട്ടൊക്കെ അകത്ത് വെച്ചതിന് ശേഷം മുട്ട നമ്മൾ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ വെളിയിലാണ് ഇങ്ങനെ ഒളിപ്പിച്ച് വെക്കും. വീട്ടിനകത്തും ചെയ്യാം. അപ്പം ഇങ്ങനെ ഒളിപ്പിച്ച് വെച്ചതിന് ശേഷം കുറേ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരോടും അത് കണ്ടുപിടിക്കാൻ പറയുക. എന്നിട്ട് അതിനകത്ത് നിന്ന് എന്താ കിട്ടുന്നത് നോക്കാം. ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓരോ സാധനങ്ങളൊക്കെ വെക്കുക. ചോക്ലേറ്റ്സോ അല്ലെങ്കിൽ എന്ത് വേണമെങ്കിലും വെക്കാം. ഇപ്പം ഞങ്ങളിവിടെ ഇതിനകത്തൊക്കെ മിഠായി നിറച്ചിട്ടുണ്ട്. അതിനകത്ത് എല്ലാം ഇല്ല, കുറച്ചെണ്ണത്തിലൊക്കെ നിറച്ചിട്ടുണ്ട്. ഇനി അതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് താഴെ ഇട്ടിരിക്കുകയാണ്. താഴെ എല്ലാം ഇങ്ങനെ പരത്തിയിട്ടതിന് ശേഷം 2 പേർക്കും ഓരോ കൂടെ ഉണ്ട്. അതിൽ എല്ലാം നിറയ്ക്കുക. എഗ്ഗ് നിറച്ചതിന് ശേഷം ആർക്കാ കൂടുതൽ മിഠായി ഇട്ടിട്ടുള്ള മുട്ട കിട്ടിയിരിക്കുന്നതെന്ന് നോക്കുകയാണ്. ജസ്റ്റ് ചുമ്മാ അവൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് അങ്ങനെ കളിച്ചതേ ഉള്ളൂ. അപ്പോൾ വിക്കിക്കാട്ടോ കൂടുതൽ കിട്ടിയത്. അവനെല്ലാം കൂടെ ഒരുമിച്ച് വാരി എടുത്തായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് തിരിച്ച് മുട്ടയിൽ നിന്നൊക്കെ ആ മിഠായി എടുത്ത് മാറ്റിയിട്ട് പിന്നെ വെക്കുകയാണ്. അത്രയേ ഉള്ളൂ. ചുമ്മാ അവൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തതേ ഉള്ളൂ.
അപ്പം ഇനിയിപ്പോൾ ദേ നമ്മൾക്ക് കുറച്ച് പഴങ്ങളൊക്കെ ഉണ്ട്. അപ്പം അത് ഫ്രീസറിൽ വെച്ചതാണ്. അപ്പോൾ അതെല്ലാം കൂടെ എന്തായാലും ഈ ഒരു പോപ്സിക്കിളായിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. നമ്മുടെ ഐസ് ഉണ്ടല്ലോ, കോൽ ഐസായിട്ട്. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് സ്ട്രോബെറിയും മുന്തിരിയും ബ്ലൂബെറി ഉണ്ടായിരുന്നു, അതെല്ലാം കൂടി ഇട്ട് വെള്ളമൊക്കെ ചേർത്ത് നന്നായിട്ട് അരച്ചെടുത്തിരിക്കുകയാണ്. അരച്ചതിന് ശേഷം അതിലോട്ട് പഞ്ചസാര ഇടുന്നുണ്ട്. ഇത് നാളെ തന്നെ കഴിക്കാനുള്ളതാണ്, അതുകൊണ്ടാണ് ജസ്റ്റ് ഇങ്ങനെ സിമ്പിളായിട്ട് ചെയ്യുന്നത്. അല്ലാതെയുള്ള പോപ്സിക്കിൾ റെസിപ്പി നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ളതാണ്, ഒത്തിരി പഴങ്ങളുടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. ഇനിയിപ്പോൾ ആ ഒരു ജ്യൂസ് നമ്മൾക്ക് അരിച്ചെടുത്തതിന് ശേഷം ഇതിലോട്ട് പഞ്ചസാരയൊക്കെ ഇട്ട് മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഈ ഒരു മോൾഡിലോട്ട് ചേർക്കാം. ഇല്ലയെന്ന് വെച്ചാൽ ഗ്ലാസ്സിലാണെങ്കിലും മതി, അതിലോട്ട് ഒഴിച്ച് വെച്ചാൽ മതി. സ്പൂൺ എന്നിട്ട് വെച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കാം. ഞാൻ കഴിഞ്ഞ ആ ഒരു വീഡിയോയിൽ അങ്ങനെയും പറഞ്ഞു തന്നിട്ടുണ്ടെന്ന് വെച്ചാൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഈ പഞ്ചസാര വേണ്ടാന്നുണ്ടെങ്കിൽ ഒഴിക്കേണ്ട ആവശ്യമില്ല, കാരണം പഴങ്ങളിൽ ഓൾറെഡി മധുരം ഉണ്ടാവും. ഇതിപ്പോൾ വിക്കിക്ക് വേണ്ടിയിട്ടായതുകൊണ്ടാണ് ഞാൻ കുറച്ച് മധുരമൊക്കെ ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഇനി ഇതൊരു രാത്രി നമ്മൾ ഫ്രീസറിൽ വെച്ച് കഴിയുമ്പോഴത്തേക്കും ഇത് അടുത്ത ദിവസത്തെയാണ്. അടുത്ത ദിവസം ആകുമ്പോഴത്തേക്കും നമ്മുടെ ഇത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ടാകും. അപ്പോൾ നമ്മൾക്ക് കഴിക്കാൻ എളുപ്പമാണ്. പിന്നെ ഇവരൊക്കെ വിക്കിക്ക് പ്രത്യേകിച്ച് ഈ ഫ്രൂട്ട്സ് ഒന്നും കഴിക്കാൻ ഇഷ്ടമല്ലാത്തതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെ ആക്കി കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അവൻ എന്തായാലും കഴിക്കും. അപ്പോൾ അങ്ങനെ നമ്മൾക്ക് പോപ്സിക്കിൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ ഐസൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ഒരു സാധനം നാട്ടിൽ നിന്ന് നമ്മൾക്ക് പാഴ്സൽ വന്നപ്പം അവിടെ നിന്ന് കൊടുത്തയച്ചിട്ടുള്ളതായിരുന്നു വിക്കിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ബബിൾസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇപ്പോഴാണല്ലോ നമ്മൾക്ക് ശരിക്കും പറയുകയാണെങ്കിൽ ഈ ഒരു വെയിലൊക്കെ വന്ന് തുടങ്ങിയത്, പുറത്തിറങ്ങാൻ പറ്റുന്നത്. അപ്പോൾ അങ്ങനെ വിക്കുമായിട്ട് കളിക്കുമായിരുന്നു. ഇനിയിപ്പം ലഞ്ചിനുള്ള കാര്യങ്ങളാണ്. ഞാൻ ലഞ്ചിൻ്റെ ഈ ഒരു പട്ടാണിയും ഉരുളക്കിഴങ്ങും ഇട്ടിട്ടുള്ളൊരു റെസിപ്പി മാത്രം കാണിക്കുന്നത്. പിന്നെ സിമ്പിളായിട്ടൊരു മോരുകറിയാണ് ഒഴിച്ചു കറിയായിട്ടുള്ളത്. പിന്നെ വാഴക്കയുടെ ഒരു ഫ്രൈ ചെയ്യുന്നുണ്ട്, അതിപ്പം നേരത്തെ തന്നെ കാണിച്ചിട്ടുള്ളതുകൊണ്ട് ഈ ഒരു റെസിപ്പി മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ പച്ചപ്പട്ടാണി എന്ന് പറയുന്നത് ഉണക്കയല്ല, ഫ്രഷ് ആയിട്ട് കിട്ടുന്ന ഫ്രീസറിൽ വെച്ചിട്ടുണ്ടല്ലോ അതാണ്. അപ്പം എണ്ണ ഒഴിക്കുക, കടുകും അതുപോലെ ജീരകവും ഇടുന്നുണ്ട് ഞാൻ. അതിനുശേഷം സവാള ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. വഴണ്ടതിന് ശേഷം തക്കാളിയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കുക. അതിനുശേഷം ഇത് രണ്ടും കൂടി നന്നായിട്ട് വഴറ്റിയെടുക്കുക. അപ്പോൾ എല്ലാം നന്നായിട്ട് വഴണ്ട് കഴിഞ്ഞതിന് ശേഷം ഇതിലോട്ട് മഞ്ഞൾപ്പൊടി ഇടുക, പിന്നെ മുളക് പൊടി ഇടണം, എരിവിനനുസരിച്ചിട്ട് ഇട്ടുക. പിന്നെ നമ്മൾക്ക് ഇതിലോട്ട് ഗരം മസാലയും കൂടിയിട്ട് വേണം. ഇത്രയും മസാലകളെ ഇടണുള്ളൂ. അതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. പിന്നെ മല്ലിപ്പൊടി വേണമെങ്കിൽ ഇടാം, കുഴപ്പമില്ല. പക്ഷേ ഞാനിപ്പം ഗരം മസാല മാത്രമേ ഇടുന്നുള്ളൂ. ചെറുതായിട്ട് നമ്മൾ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാനല്ലേ, ചപ്പാത്തിയുടെ കൂടെയൊക്കെ ആണെങ്കിൽ മസാല മറ്റേ മല്ലിപ്പൊടിയും ഒക്കെ ഇട്ടിട്ട് ചെയ്യാം. അപ്പോൾ ഇനി ഇതിലോട്ട് ഉരുളക്കിഴങ്ങും കൂടെ ചേർക്കുന്നുണ്ട്. ഉരുളക്കിഴങ്ങും ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കുക. അതിനുശേഷം പട്ടാണിയും ചേർക്കുക. രണ്ടും ഒരുമിച്ച് നന്നായിട്ട് വെന്തോളും, പെട്ടെന്ന് വേവുന്ന സാധനമാണല്ലോ. അപ്പോൾ അതെല്ലാം ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കുക. പിന്നെ നമ്മൾക്ക് വേവാൻ വേണ്ടിയിട്ട് ഇപ്പം കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് ഞാൻ വേവിക്കുന്നത്. ഇല്ലയെന്ന് വെച്ചാൽ മൂടി വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തിട്ട് അങ്ങനെയും വേവിക്കാം. ഇതിപ്പം ചോറിൻ്റെ കൂടെ കഴിക്കണതുകൊണ്ട് ഇച്ചിരി വെള്ളമൊക്കെ ഒഴിച്ചിട്ട് വേവിച്ച് കഴിയുമ്പം കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും. ചപ്പാത്തിയുടെ കൂടെയൊക്കെയാണ് അഥവാ കഴിക്കുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെ ജസ്റ്റ് ഫ്രൈ ചെയ്ത് എടുക്കാം നമ്മൾക്ക്, അതും നല്ലൊരു ടേസ്റ്റ് തന്നെ ആയിരിക്കും. പിന്നെ ഗ്രേവി ആയിട്ട് വേണമെങ്കിൽ പിന്നെ വെള്ളം ഒഴിക്കണമല്ലോ, അപ്പോൾ അങ്ങനെ വെള്ളം ഒഴിക്കുക. ഇതിപ്പോൾ ഗ്രേവി അല്ല, ഞാൻ ഉപ്പേരി ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇനി മൂടി വെച്ചതിന് ശേഷം ഈ ഉരുളക്കിഴങ്ങും നമ്മുടെ പട്ടാണിയും കൂടെ ഇട്ട് വേവുന്നത് വരെ വെയിറ്റ് ചെയ്യുക. അത്രയേ ഉള്ളൂ. ഈസി ആയിട്ടുള്ളൊരു ഉപ്പേരിയാണ്, പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഉപ്പേരി റെഡി ആയിട്ടുണ്ട്. പച്ചപ്പട്ടാണിയും ഉരുളക്കിഴങ്ങും കൂടിയിട്ടുള്ളത് നല്ല ടേസ്റ്റാണ്.
ചോറിൻ്റെ കൂടെ നമ്മൾക്ക് ഇപ്പം ഇതാണല്ലോ മോരുകറിയാണ്, അപ്പോൾ അതിൻ്റെ കൂടെ ശരിക്കും നല്ല കോമ്പിനേഷനാണ്. പിന്നെ ഇത് അച്ചാറുണ്ട്. ഇത് ഇരുമ്പമ്പുളിയുടെ അച്ചാറാണ് നമ്മൾക്ക് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നത്. ഇതുള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് എല്ലാ ചോറും കഴിക്കുമ്പോഴും നമ്മൾക്ക് ഇത് കഴിക്കാൻ തോന്നും. നല്ല പുളിപ്പുമുണ്ട്. പിന്നെ പോരാത്തത് സാധാരണ ഇരുമ്പമ്പുളി അച്ചാർ അല്ലെങ്കിൽ മാങ്ങാച്ചാറൊക്കെ ഉണ്ടാക്കുന്ന പോലെ അല്ല ഞങ്ങൾ നാട്ടിൽ വീട്ടിലൊക്കെ ഉണ്ടാക്കാറുള്ളത്. ഇങ്ങനെ ഉണക്കും നമ്മൾ ആദ്യം ഇരുമ്പമ്പുളിനെ, അതിന് ശേഷമാണ് അച്ചാറിടുക. ഒരുപാട് ഉണക്കില്ല, ചെറുതായിട്ട് ഉണക്കും. അപ്പം അങ്ങനെ ഇടുക. അതിൻ്റെ റെസിപ്പി പറ്റുവാണെങ്കിൽ എപ്പോഴെങ്കിലുമൊക്കെ നാട്ടിൽ പോകുമ്പോൾ ഇടാം. അപ്പോൾ പിന്നെ ഇതേ വാഴയ്ക്കയുടെ ഫ്രൈ ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ഉപ്പേരിയും. അപ്പം മോരൊക്കെ ഒഴിച്ച് നല്ല സിമ്പിളായിട്ടുള്ള ഒരു ഉച്ചയൂണാണ്. അങ്ങനെ ഉച്ചയൂണൊക്കെ കഴിഞ്ഞ് പിന്നെ വീണ്ടും ഇങ്ങനെ പൂക്കളൊക്കെ ഇങ്ങനെ കണ്ട് ആസ്വദിച്ചിരിക്കുമായിരുന്നു. നല്ല ഭംഗിയല്ലേ ഇത് കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ. പിന്നെ പോരാത്തത് പൂക്കളായതുകൊണ്ട് തന്നെ പെട്ടെന്ന് കൊഴിഞ്ഞു പോവും, ഒരാഴ്ചയ്ക്ക് നിൽക്കുകയുള്ളൂ. ഇപ്പോൾ കണ്ടോ, ഇലകളൊന്നുമില്ല അതിൽ. ഇനി പൂക്കളൊക്കെ പോയതിന് ശേഷം ഇലകളൊക്കെ വരും. അപ്പം പകൽ സമയം ഇപ്പോൾ കൂടുതലുള്ളതുകൊണ്ട് തന്നെ ഞങ്ങളെല്ലാവരും കൂടെ ഒന്ന് കളിക്കുമായിരുന്നു, നല്ല വെയിലും ഒക്കെ ആയതുകൊണ്ട്. ഇനിയിപ്പം ഈവനിങ് സ്നാക്സായിട്ട് ഒരു ലവ് ലെറ്റർ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, നമ്മൾക്ക് കഴിക്കാം. മൈദയുടെ ഒക്കെ ദോശ പോലെ ഉണ്ടാക്കിയിട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിന് ഓരോരോ പേരായിരിക്കും ഓരോ സ്ഥലത്ത്. അവിടെ ഞങ്ങൾ ചെറുതായിരിക്കുമ്പോഴൊക്കെ ഇങ്ങനെ സ്കൂൾ വിട്ട് വരുമ്പം ഇതുണ്ടാക്കി തരാറ് പതിവുണ്ട് അമ്മ. അപ്പോൾ അതുകൊണ്ട് ഇന്നിപ്പോൾ എന്തായാലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. റെസിപ്പി ആയിട്ടും എടുക്കണമായിരുന്നു നമ്മുടെ ഹിന്ദി ചാനലിലോട്ട്. അപ്പോൾ എന്തായാലും അങ്ങനെ എടുത്തതാണ്. അപ്പം മൈദ 1 കപ്പ് എടുത്തിട്ടുണ്ട്. അതിലോട്ട് 1 കപ്പ് തന്നെ വെള്ളം ഒഴിക്കണം. ഉപ്പ് ആവശ്യത്തിന് ഇടുക. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിലോട്ട് വേറെ ഒന്നും ഒഴിക്കേണ്ട, ഭയങ്കര സിമ്പിളാണ് ശരിക്കും പറയുകയാണെങ്കിൽ. പിന്നെ ഇതിലോട്ട് 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. തേങ്ങയൊക്കെ നമ്മൾക്ക് ഇഷ്ടം പോലെ കൂടുതൽ എടുക്കാം, പ്രശ്നമൊന്നുമില്ല. അതിലോട്ട് പഞ്ചസാര ഇടുക. പഞ്ചസാര ഇട്ടതിന് ശേഷം ഏലക്കപ്പൊടി കുറച്ചൊരു മണത്തിന് വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ ഇടുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പം തേങ്ങയുടെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ദോശ ഉണ്ടാക്കണം. അപ്പോൾ ഒരു ചട്ടി ചൂടാക്കുക, എന്നുവെച്ചാൽ നമ്മുടെ ദോശ തവ ചൂടാക്കിയതിന് ശേഷം ഇതിലോട്ട് മാവ് ഒഴിച്ചു കൊടുക്കുക. ഇതേപോലെ നമ്മുടെ ഇപ്പോൾ ഒരു ട്രെൻഡിങ് ആയിട്ടുണ്ടല്ലോ ലിക്വിഡ് ബാറ്റർ കൊണ്ട് ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നേ. അതിൻ്റെ വീഡിയോ എടുത്തതായിരുന്നു. പക്ഷേ സംഭവം എന്താണെന്ന് വെച്ചാൽ 1 മണിക്കൂർ എടുക്കും ഒരു ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ പതുക്കെ ലോ ഫ്ലെയിമിൽ വേണമല്ലോ വെച്ചതിന് ശേഷം ഇങ്ങനെ മറിച്ചിട്ട് അതിന് ശേഷം അത് പൊങ്ങി വരുന്നവരെയൊക്കെ വെയിറ്റ് ചെയ്യുക. അതിനുശേഷം വെയിറ്റ് ചെയ്ത് എല്ലാം ചപ്പാത്തിയൊക്കെ കിട്ടി കഴിച്ച് നോക്കുമ്പോഴത്തേക്കും ശരിക്കും മൈദയുടെ ദോശ പോലെ തന്നെ ഉണ്ട്. എന്ന് വെച്ചാൽ മൈദ കൊണ്ടാണ് ഉണ്ടാക്കുന്നതെങ്കിൽ മൈദയുടെ ദോശയും ചപ്പാത്തിയുടെ മാവ് മറ്റേ ഗോതമ്പ് പൊടി കൊണ്ടാണെങ്കിൽ ഗോതമ്പിൻ്റെ ദോശയും പോലെ തന്നെ ഉണ്ട്. ശരിക്കും ഒരു വ്യത്യാസം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് പിന്നെ റെസിപ്പി ഇടാതിരുന്നത്. അപ്പം ഇതിപ്പം ഇങ്ങനെ ദോശ ഒഴിച്ചപ്പം അതാ ഓർമ്മ വന്ന പെട്ടെന്ന്. കാരണം അത് ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് എല്ലാവരും ചെയ്ത് നോക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ടേസ്റ്റ് എനിക്ക് തോന്നണില്ല, ഒട്ടുമില്ല. സാധാരണ ദോശ കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് തന്നെയാണ് ഉള്ളത്. അല്ലാതെ ചപ്പാത്തി കഴിക്കുന്ന ആ ഒരു ഡിഫറൻസ് ഉണ്ടല്ലോ, അത് ചപ്പാത്തി പോലെ ഇല്ലായിരുന്നു അത്. അപ്പോൾ ഇത് പറഞ്ഞു വരുമ്പോഴത്തേക്ക് നമ്മുടെ ഒരു ദോശ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ ദോശ ഒഴിച്ച് മറിച്ചിടുക 2 സൈഡും. അതിനുശേഷം ബാക്ക് സൈഡിലാണ് ഈ ഒരു നമ്മുടെ തേങ്ങയുടെ ഫില്ലിങ് ചേർക്കേണ്ടത്. എന്നിട്ട് നടുക്ക് ചേർക്കുക. അതിനുശേഷം 2 സൈഡും അങ്ങോട്ടും ഇങ്ങോട്ടും മറിക്കുക. പിന്നെ ബട്ടർ ഞാൻ ചെറുതായിട്ടൊന്ന് ചേർത്തിട്ടുണ്ട്. വേണമെങ്കിൽ ചേർക്കാം, ഇല്ലെന്ന് വെച്ചാൽ ചേർക്കേണ്ട, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഉള്ളിൽ നല്ല മധുരമായിട്ടിരിക്കുന്നതുകൊണ്ടായിരിക്കാം ഇതിന് ലവ് ലെറ്റർ എന്ന് പറയണത്. ഇതിന് വേറെ എന്തൊക്കെ പേരുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പോൾ ഇതായിരുന്നു ഈവനിങ് സ്നാക്സായിട്ട്. ഒത്തിരി നാളായി ഈവനിങ് സ്നാക്സൊക്കെ കാണിച്ചിട്ട്. അപ്പോൾ അതുകൊണ്ടാണ്. പിന്നെന്താ, അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയണത്. അപ്പോൾ പൂക്കളൊക്കെ ആസ്വദിച്ച് വീണ്ടും ഇരുട്ടാവുന്നതേ ഇല്ല ഇപ്പം. കാരണം 8-9 മണിയൊക്കെ ആയാൽ ഇനി ഇരുട്ടാവത്തുള്ളൂ. ടൈമും മാറി. അതേപോലെ തന്നെ ഇപ്പം പകൽ സമയം കൂടുതലായതുകൊണ്ട് തന്നെ. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ 2 ദിവസത്തെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പം വീഡിയോ ഇവിടെ നിർത്തുകയാണ്. ഇനി നമ്മൾക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഇനിയും ഇവിടെ കുറേ പൂക്കളൊക്കെ വേറെ പൂത്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മൾക്ക് അടുത്ത ഒരു വീഡിയോയിൽ വരാം ഞാൻ എന്തായാലും. എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഇവിടം വരെ കണ്ടതിൽ. ബൈ ബൈ.